ഹലോ ഫ്രണ്ട്സ്, PSC ഹെൽപ്പ് മൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാമൻ. വരാൻ പോകുന്ന പ്യൂൺ അറ്റൻഡർ പരീക്ഷയ്ക്കും LDC ഖാദി ബോർഡ് പരീക്ഷയ്ക്കും ആവശ്യമായ മുൻവർഷ ചോദ്യപേപ്പറിലൂടെയുള്ള 18ാം ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മൾക്ക് തുടങ്ങാം. ഇപ്പോഴത്തെ കേരള ഗവർണർ P. സദാശിവം. ഇപ്പോഴത്തെ കേരള ഗവർണറാണ് P. സദാശിവം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ്. KL എന്ന് ഓർത്തു വയ്ക്കുക. വിദൂര സംവേദനത്തിൽ വിവരങ്ങൾ ശേഖരിക്കുന്ന ഉപകരണം സെൻസർ. വിദൂര സംവേദനത്തിൽ വിവരങ്ങൾ ശേഖരിക്കുന്ന ഉപകരണമാണ് സെൻസർ. ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടാതെ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യക്കാരൻ കരുൺ നായർ. ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടാതെ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് കരുൺ നായർ. 2016 മലയാള സിനിമയിൽ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടിയത് വിനായകൻ. 2016 മലയാള സിനിമയിൽ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടിയത് വിനായകനാണ്. 2017 മലയാള സിനിമയിൽ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടിയത് ഇന്ദ്രൻസ് ആണ്. 2017 മലയാള സിനിമയിൽ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടിയത് ഇന്ദ്രൻസ് ആണ്. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യം ബ്രസീൽ. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ബ്രസീൽ. അജ്മീർ പട്ടണം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാൻ. അജ്മീർ പട്ടണം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. മംലൂക്ക് വംശത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരി ബാൽബൻ. അടിമവംശം അഥവാ മംലൂക്ക് വംശത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരിയാണ് ഗിയാസുദ്ദീൻ ബാൽബൻ. ഗാന്ധിജി എഴുതിയ ആദ്യ പുസ്തകം ഹിന്ദ് സ്വരാജ്. ഗാന്ധിജി എഴുതിയ ആദ്യ പുസ്തകമാണ് ഹിന്ദ് സ്വരാജ്. കായിക രംഗത്തു നിന്നും ഭാരതരത്നവും നേടിയ ആദ്യ ഇന്ത്യക്കാരൻ സച്ചിൻ ടെണ്ടുൽക്കർ. കായിക രംഗത്തു നിന്നും ഭാരതരത്നം നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് സച്ചിൻ ടെണ്ടുൽക്കർ. ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ഉപഗ്രഹം ജുഗ്നു. ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ഉപഗ്രഹമാണ് ജുഗ്നു. ഇന്ത്യയുടെ ആദ്യത്തെ സർവകലാശാല ഉപഗ്രഹമാണ് അനുസാറ്റ്. ഇന്ത്യയുടെ ആദ്യത്തെ സർവകലാശാല ഉപഗ്രഹമാണ് അനുസാറ്റ്. മദ്രാസിലെ അണ്ണാ സർവകലാശാലയിലെ വിദ്യാർത്ഥികളാണ് ഈ ഉപഗ്രഹം നിർമ്മിച്ചത്. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട. വിദ്യാഭ്യാസ ആവശ്യത്തിനായി ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് എഡ്യൂസാറ്റ്. വിദ്യാഭ്യാസ ആവശ്യത്തിനായി ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് എഡ്യൂസാറ്റ്. സ്വരാജ് പാർട്ടിയുടെ പ്രഥമ സെക്രട്ടറി മോത്തിലാൽ നെഹ്റു. സ്വരാജ് പാർട്ടിയുടെ പ്രഥമ സെക്രട്ടറിയാണ് മോത്തിലാൽ നെഹ്റു. സ്വരാജ് പാർട്ടിയുടെ പ്രഥമ പ്രസിഡന്റാണ് CR ദാസ്. സ്വരാജ് പാർട്ടിയുടെ പ്രഥമ പ്രസിഡന്റാണ് CR ദാസ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് പാലക്കാട്. ലോകത്തെ ഏറ്റവും കൂടുതൽ പോസ്റ്റൽ സർവീസുള്ള രാജ്യം ഇന്ത്യ.
ലോകത്ത് ഏറ്റവും കൂടുതൽ പോസ്റ്റൽ സർവീസുള്ള രാജ്യമാണ് ഇന്ത്യ. ദക്ഷിണ ഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി കാവേരി. ദക്ഷിണ ഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് കാവേരി. വിന്ധ്യ പർവ്വതത്തിന് തൊട്ടു തെക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര സത്പുര പർവ്വതനിര. വിന്ധ്യ പർവ്വതത്തിന് തൊട്ടു തെക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് സത്പുര പർവ്വതനിര. ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളം കൊച്ചി. ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളമാണ് കൊച്ചി. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം രാജസ്ഥാൻ. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഭൂപടത്തിൽ ഭൂസവിശേഷതകൾ ചിത്രീകരിക്കാൻ വെള്ളനിറം സൂചിപ്പിക്കുന്നതെന്ത്? തരിശുഭൂമി. ഭൂപടത്തിൽ ഭൂസവിശേഷതകൾ ചിത്രീകരിക്കാൻ വെള്ളനിറം സൂചിപ്പിക്കുന്നത് തരിശുഭൂമിയെ ആണ്. റോഡ്, പാർപ്പിടങ്ങൾ എന്നിവയെ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറമാണ് ചുവപ്പ്. റോഡ്, പാർപ്പിടങ്ങൾ എന്നിവയെ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറമാണ് ചുവപ്പ്. കൃഷിസ്ഥലം ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറമാണ് മഞ്ഞ. കൃഷിസ്ഥലം ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറമാണ് മഞ്ഞ. നികുതിയുടെ മേൽ ചുമത്തുന്ന അധിക നികുതിക്ക് പറയുന്ന പേര് സർചാർജ്. നികുതിയുടെ മേൽ ചുമത്തുന്ന അധിക നികുതിക്ക് പറയുന്ന പേരാണ് സർചാർജ്. ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിച്ച വർഷം 1936. ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിച്ച വർഷമാണ് 1936. ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. 2016 കേരളത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതാര്? സുരേഷ് ഗോപി. 2016 കേരളത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് സുരേഷ് ഗോപിയാണ്. കുട്ടനാട് ഏതു ജില്ലയിലാണ്? ആലപ്പുഴ. കുട്ടനാട് സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ആലപ്പുഴ. ബാലവേല വിരുദ്ധ ദിനം ജൂൺ 12. ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ജൂൺ 12-നാണ്. ലോക രക്തദാന ദിനമായി ആചരിക്കുന്നത് ജൂൺ 14-നും ദേശീയ രക്തദാന ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 1-നുമാണ്. ലോക രക്തദാന ദിനമായി ആചരിക്കുന്നത് ജൂൺ 14-നും ദേശീയ രക്തദാന ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 1-നുമാണ്. മരുഭൂമി മരുവൽക്കരണ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ജൂൺ 17. മരുഭൂമി മരുവൽക്കരണ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ജൂൺ 17-നാണ്. ലോക അഭയാർത്ഥി ദിനമായി ആചരിക്കുന്നത് ജൂൺ 20. ലോക അഭയാർത്ഥി ദിനമായി ആചരിക്കുന്നത് ജൂൺ 20-നാണ്. സ്പെയിനിൽ നിന്നും സ്വതന്ത്രമാവാൻ ഹിതപരിശോധന നടത്തി വിജയം കണ്ട പ്രദേശം കാറ്റലോണിയ. സ്പെയിനിൽ നിന്നും സ്വതന്ത്രമാവാൻ ഹിതപരിശോധന നടത്തി വിജയം കണ്ട പ്രദേശമാണ് കാറ്റലോണിയ. ചെസ് ഉടലെടുത്ത രാജ്യം ഇന്ത്യ. ചെസ് ഉടലെടുത്ത രാജ്യമാണ് ഇന്ത്യ. മാവോ സേതുങ്ങിന് ശേഷം ചൈനയിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരി ഷീ ജിൻപിങ്. മാവോ സേതുങ്ങിന് ശേഷം ചൈനയിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയാണ് ഷീ ജിൻപിങ്.
ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷന്റെ പുതിയ പേര് നീതി ആയോഗ്. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷന്റെ പുതിയ പേരാണ് നീതി ആയോഗ്. സിന്ധുവിന്റെ ഒരു പോഷക നദി രവി. സിന്ധുവിന്റെ ഒരു പോഷക നദിയാണ് രവി. സതേൺ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈ. സതേൺ റെയിൽവേയുടെ ആസ്ഥാനമാണ് ചെന്നൈ. പ്രാദേശിക വാദങ്ങൾക്കൊരു ഉദാഹരണം മാംഗോ ഷവർ. പ്രാദേശിക വാദങ്ങൾക്കൊരു ഉദാഹരണമാണ് മാംഗോ ഷവർ. സമാധാന നോബലിന് അർഹയായ ആദ്യ ഇന്ത്യക്കാരിയായ വിദേശ വംശജ മദർ തെരേസ. സമാധാന നോബലിന് അർഹയായ ആദ്യ ഇന്ത്യക്കാരിയായ വിദേശ വംശജയാണ് മദർ തെരേസ. ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം ന്യൂഡൽഹി. കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനമാണ് ന്യൂഡൽഹി. ഏത് രാഷ്ട്രത്തിന്റെ സഹായത്തോടുകൂടെയാണ് റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല ആരംഭിച്ചത്? ജർമ്മനി. ഏത് രാഷ്ട്രത്തിന്റെ സഹായത്തോടുകൂടിയാണ് റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല ആരംഭിച്ചത്? ജർമ്മനി. കർണാടകയിൽ ഈയിടെ വെടിയേറ്റ് മരിച്ച മാധ്യമ പ്രവർത്തക ഗൗരി ലങ്കേഷ്. കർണാടകയിൽ ഈയിടെ വെടിയേറ്റ് മരിച്ച മാധ്യമ പ്രവർത്തകയാണ് ഗൗരി ലങ്കേഷ്. ബാസ്കറ്റ്ബോളിൽ കളിക്കാരുടെ എണ്ണം 5. ബാസ്കറ്റ്ബോളിൽ കളിക്കാരുടെ എണ്ണമാണ് 5. ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. ഈ സിഗരറ്റ് നിരോധിച്ച 4ാമത്തെ സംസ്ഥാനം കേരളം. ഈ സിഗരറ്റ് നിരോധിച്ച 4ാമത്തെ സംസ്ഥാനമാണ് കേരളം. ഈ സിഗരറ്റ് നിരോധിച്ച ആദ്യ സംസ്ഥാനമാണ് പഞ്ചാബ്. ഈ സിഗരറ്റ് നിരോധിച്ച ആദ്യ സംസ്ഥാനമാണ് പഞ്ചാബ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം ഡച്ചുകാർ എഴുതിയത് ഏതു ഭാഷയിലാണ്? ലാറ്റിൻ ഭാഷ. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം ഡച്ചുകാർ എഴുതിയത് ലാറ്റിൻ ഭാഷയിലാണ്. മലബാർ മാനുവൽ പ്രസിദ്ധപ്പെടുത്തിയത് ആര്? വില്യം ലോഗൻ. മലബാർ മാനുവൽ പ്രസിദ്ധപ്പെടുത്തിയത് വില്യം ലോഗൻ. കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ചത് ആര്? മാർത്താണ്ഡവർമ്മ. കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ഇടുക്കി. കേരളത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം പാലക്കാട് ചുരം. കേരളത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം. സിക്കിമിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്ന ചുരം നാഥുല ചുരം. സിക്കിമിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാഥുല ചുരം. കണ്ണൂരിനെയും കർണാടകയിലെ കുറുകിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് പേരമ്പാടി ചുരം. കണ്ണൂരിനെയും കർണാടകയിലെ കുറുകിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് പേരമ്പാടി ചുരം. ജമ്മുവിനെയും ശ്രീനഗറിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബനിഹാൽ ചുരം. ജമ്മുവിനെയും ശ്രീനഗറിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബനിഹാൽ ചുരം. മഹർ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ BR അംബേദ്കർ.
മഹർ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് BR അംബേദ്കർ. വിവരാവകാശ നിയമം നിലവിൽ ഇല്ലാത്ത ഏക സംസ്ഥാനം ജമ്മു കാശ്മീർ. വിവരാവകാശ നിയമം നിലവിലില്ലാത്ത ഏക സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ. ധർമ്മരാജാവിനു ശേഷം അധികാരത്തിൽ വന്ന തിരുവിതാംകൂർ മഹാരാജാവ് ബാലരാമവർമ്മ. ധർമ്മരാജാവിനു ശേഷം അധികാരത്തിൽ വന്ന തിരുവിതാംകൂർ മഹാരാജാവാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. സ്വദേശാഭിമാനി പത്രത്തിന്റെ ഉടമസ്ഥൻ അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി പത്രത്തിന്റെ ഉടമസ്ഥനാണ് അബ്ദുൽ ഖാദർ മൗലവി. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ അധ്യക്ഷൻ പട്ടം താണുപിള്ള. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ അധ്യക്ഷനാണ് പട്ടം താണുപിള്ള. ശ്രീനാരായണ ഗുരു സമാധിയായ സ്ഥലം ശിവഗിരി. ശ്രീനാരായണ ഗുരു സമാധിയായ സ്ഥലമാണ് ശിവഗിരി. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം ചെമ്പഴന്തി. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലമാണ് ചെമ്പഴന്തി. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരാണ് അയ്യപ്പൻ. ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമം കുഞ്ഞൻ പിള്ള. ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമമാണ് കുഞ്ഞൻ പിള്ള. ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിയ രാജാവ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിയ രാജാവാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ ഉത്തരവ് നൽകി എന്ന് ഓർത്തുവെക്കുക. ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട്. ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. ഗാന്ധിജി വൈക്കം ക്ഷേത്രം സന്ദർശിച്ച വർഷം 1925. ഗാന്ധിജി വൈക്കം ക്ഷേത്രം സന്ദർശിച്ച വർഷമാണ് 1925. ആധുനിക തിരുവിതാംകൂറിന്റെ സുവർണകാലം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിന്റെ കാലഘട്ടം. ആധുനിക തിരുവിതാംകൂറിന്റെ സുവർണകാലം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിന്റെ കാലഘട്ടമാണ്. വേലുത്തമ്പി ദളവിയുടെ ജന്മസ്ഥലം കൽക്കുളം. വേലുത്തമ്പി ദളവിയുടെ ജന്മസ്ഥലമാണ് കന്യാകുമാരി ജില്ലയിലെ കൽക്കുളം. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത മണ്ണടി ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലാണ്. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത മണ്ണടി ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലാണ്. കൊച്ചി രാജവംശം അറിയപ്പെടുന്നത് പെരുമ്പടപ്പ് സ്വരൂപം. കൊച്ചി രാജവംശം അറിയപ്പെടുന്നത് പെരുമ്പടപ്പ് സ്വരൂപം. കോഴിക്കോട് രാജവംശം അറിയപ്പെടുന്നത് നെടിയിരുപ്പ് സ്വരൂപം. കോഴിക്കോട് രാജവംശം അറിയപ്പെടുന്നത് നെടിയിരുപ്പ് സ്വരൂപം. കൊട്ടാരക്കര രാജവംശം അറിയപ്പെടുന്നത് എളയടത്ത് സ്വരൂപം. കൊട്ടാരക്കര രാജവംശം അറിയപ്പെടുന്നത് എളയടത്ത് സ്വരൂപം. വെട്ടത്തുനാട് രാജവംശം അറിയപ്പെടുന്നത് താനൂർ സ്വരൂപം. വെട്ടത്തുനാട് രാജവംശം അറിയപ്പെടുന്നത്
താനൂർ സ്വരൂപം. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം അറക്കൽ രാജവംശം. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമാണ് അറക്കൽ രാജവംശം. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം കുളച്ചൽ യുദ്ധം. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ആണ്. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് GP പിള്ള. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് GP പിള്ളയാണ്. താഴെ കൊടുത്തവയിൽ നിശ്ചിത ആകൃതിയിലും ഭാരവുമുള്ള അവസ്ഥ ഏത്? ഖരം. താഴെ കൊടുത്തവയിൽ നിശ്ചിത ആകൃതിയും ഭാരവുമുള്ള അവസ്ഥയാണ് ഖരം. പൂമ്പാറ്റകൾക്ക് വംശനാശം സംഭവിച്ചാൽ പല സസ്യങ്ങൾക്കും പുതിയ തൈ ഉണ്ടാകുന്നില്ല. പൂമ്പാറ്റകൾക്ക് വംശനാശം സംഭവിച്ചാൽ പല സസ്യങ്ങൾക്കും പുതിയ തൈ ഉണ്ടാകുന്നില്ല. കൂട്ടത്തിൽ പെടാത്തത് ഏത്? കോളറ. കാരണം കോളറ ഈച്ച മുഖേനയാണ് പരക്കുന്നത്, ബാക്കിയെല്ലാം കൊതുക് മുഖേന. പുൽവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യം ഏത്? മുള. പുൽവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യമാണ് മുള. ഇടിമിന്നൽ ദ്രവ്യത്തിന്റെ ഏത് അവസ്ഥയിലാണ്? പ്ലാസ്മ അവസ്ഥയിൽ. ഇടിമിന്നൽ ദ്രവ്യത്തിന്റെ ഏത് അവസ്ഥയിലാണ്? പ്ലാസ്മ അവസ്ഥയിൽ. കൂട്ടത്തിൽ പെടാത്തത് ഏത്? കുരുവി. അമിത രക്തസ്രാവമുള്ള മുറിവിന് മുകളിൽ അമർത്തിപ്പിടിക്കുന്നത് രക്തസ്രാവം കുറയാൻ. അമിത രക്തസ്രാവമുള്ള മുറിവിന് മുകളിൽ അമർത്തിപ്പിടിക്കുന്നത് എന്തിനാണ്? രക്തസ്രാവം കുറയാൻ. മുളയ്ക്കുന്ന വിത്തിൽ നിന്ന് ആദ്യം പുറത്തു വരുന്നത് ബീജമൂലം. മുളയ്ക്കുന്ന വിത്തിൽ നിന്ന് ആദ്യം പുറത്തു വരുന്നത് ബീജമൂലം. ശരീരത്തിന്റെ ആകൃതി മത്സ്യങ്ങൾക്ക് സഹായകമാകുന്നത് ജലത്തിൽ സഞ്ചരിക്കുന്നതിന്. ശരീരത്തിന്റെ ആകൃതി മത്സ്യങ്ങൾക്ക് സഹായമാകുന്നത് ജലത്തിൽ സഞ്ചരിക്കുന്നതിന്. കൂട്ടത്തിൽ പെടാത്തത് ഏത്? കശുവണ്ടി. ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതയെ ഡാഷ് എന്നു പറയുന്നു. അനുകൂലനങ്ങൾ. ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതയെ അനുകൂലനങ്ങൾ എന്നു പറയുന്നു. ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിക്കുന്ന ജീവിയവും അജീവീയവുമായ ഘടകങ്ങൾ ഉൾപ്പെട്ടതാണ് ഒരു ആവാസ വ്യവസ്ഥ. ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിക്കുന്ന ജീവിയവും അജീവീയവുമായ ഘടകങ്ങൾ ഉൾപ്പെട്ടതാണ് ഒരു ആവാസ വ്യവസ്ഥ. ശരീരത്തിന്റെ ആകൃതി കൊണ്ട് മത്സ്യങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഗുണമെന്ത്? ജലത്തിൽ സഞ്ചരിക്കുന്നതിന് സഹായിക്കുന്നു. ശരീരത്തിന്റെ ആകൃതി കൊണ്ട് മത്സ്യങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഗുണമാണ് ജലത്തിൽ സഞ്ചരിക്കുന്നതിന് സഹായിക്കുന്നു. കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്നും വളരുന്ന ഒരേപോലെയുള്ള ധാരാളം വേരുകൾ ചേർന്ന വേരുപടലമാണ് നാരുവേരു പടലം. കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്നു വളരുന്ന ഒരേപോലെ ധാരാളം വേരുകൾ ചേർന്ന വേരുപടലമാണ് നാരുവേരു പടലം. കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന
ഒരു തായ്വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലമാണ് തായ്വേരു പടലം. കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ്വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലമാണ് തായ്വേരു പടലം. ഇലകളിൽ വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്ന സിരാവിന്യാസമാണ് ജാലിക സിരാവിന്യാസം. ഇലകളിൽ വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്ന സിരാവിന്യാസമാണ് ജാലിക സിരാവിന്യാസം. വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ആഹാരം സംഭരിച്ചിരിക്കുന്നത് ഡാഷ് ആണ്. ബീജപത്രങ്ങളിൽ. വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ആഹാരം സംഭരിച്ചിരിക്കുന്നത് ബീജപത്രങ്ങളിലാണ്. വംശനാശ ഭീഷണി നേരിടുന്ന ഒരു പക്ഷിയാണ് അങ്ങാടിക്കുരുവി. വംശനാശ ഭീഷണി നേരിടുന്ന ഒരു പക്ഷിയാണ് അങ്ങാടിക്കുരുവി. ഇന്ത്യ ആദ്യമായി ചന്ദ്രനിലേക്ക് അയച്ച കൃത്രിമ ഉപഗ്രഹം ചന്ദ്രയാൻ 1. ഇന്ത്യ ആദ്യമായി ചന്ദ്രനിലേക്ക് അയച്ച കൃത്രിമ ഉപഗ്രഹമാണ് ചന്ദ്രയാൻ 1. ഒരു നിശ്ചിത പാതയിലൂടെ സൂര്യനെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. ഒരു നിശ്ചിത പാതയിലൂടെ സൂര്യനെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. ഭൂമി അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെ ഡാഷ് എന്നു പറയുന്നു. ഭ്രമണം. ഭൂമി അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെ ഭ്രമണം എന്ന് പറയുന്നു. ഓർത്തുവെക്കാം, സ്വയം ഭ്രമണം എന്ന് ഓർത്തുവെക്കുക. സ്വയം ഭ്രമണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എങ്കിൽ അത് ഞങ്ങളെ ലൈക്കിലൂടെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അതേസമയം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് അതിനടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. വിജയിച്ചവരുടെ പാത പിന്തുടരൂ. നിങ്ങളും വിജയത്തിലേക്ക് കുതിക്കൂ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.